VL വാസ്തു കൺസൾട്ടൻസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നേരത്തെ 56 കോൽ 8 അങ്കുലം ചുറ്റുവരത്തക്ക വിധമുള്ള ഒരു പടിഞ്ഞാറ് ദർശനമായ ഒരു പ്ലാന് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ 56 കോൽ 8 അങ്കുലത്തിന്റെ മറ്റൊരു പ്ലാനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ പ്ലാനിൽ 2 കിടക്കമുറിയും ഒരു പഠനമുറിയും ആയിട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളൊരു വീട് നിർമ്മാണത്തിൽ ഏർപ്പെടുമ്പോൾ അത് സാധാരണ ശ്രദ്ധിക്കാറുള്ളത് അടുക്കള ഇന്ന ഭാഗത്തായിരിക്കണം, കിടക്കമുറി എത്ര വേണം, കിടക്കമുറി എവിടെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ സാധാരണഗതിയിൽ ആൾക്കാർ തീരുമാനത്തിലെത്താറുണ്ട്. എന്നാൽ ഒരു പഠനമുറി അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം എവിടെ വേണം എന്നതിനെ പറ്റി ആരും ഇതുവരെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം ഈ പ്ലാനിൽ 2 കിടക്കമുറി, അടുക്കള, വർക്ക് ഏരിയ, ഹാള്, ഒരു സ്റ്റെയർ റൂം, ഒരു പഠനമുറി, ഇങ്ങനെയാണ് ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം കന്നിപഥത്തിലാണ് നമ്മൾ പ്രധാന കിടക്കമുറി കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കിടക്കമുറി കൊടുത്തിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറേ മൂലയായ വായുകോണിലാണ് 2ാമത്തെ കിടക്കമുറി കൊടുത്തിരിക്കുന്നത്. പഠനമുറി കൊടുത്തിരിക്കുന്നത് തെക്ക് കിഴക്കേ രാശിയാണ്, തെക്ക് കിഴക്കേ മൂലയിലാണ്. അതായത് മിഥുന രാശിയിലാണ് നമ്മൾ പഠനമുറി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുക്കളയുടെ സ്ഥാനം വരുന്നത് ഈശാന ഖണ്ഡത്തിലാണ്, അതായത് വടക്ക് കിഴക്കേ മൂലയിലാണ്. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു മൊത്തത്തിൽ സംശയം ഉണ്ടാവും, ഈ അടുക്കള അഗ്നിരാശിയിൽ കൊടുത്താൽ എന്താണ്? പല ആൾക്കാരും അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആധികാരികമായ പ്രമാണം വെച്ച്, അതായത് തച്ചുശാസ്ത്രത്തിന്റെ വാസ്തുഗ്രന്ഥങ്ങളുടെ ആധികാരികമായ പ്രമാണം വെച്ച് അടുക്കളയുടെ സ്ഥാനം എപ്പോഴും വടക്ക് കിഴക്ക് രാശിയിലാണ്. ആ പ്രമാണം ഇങ്ങനെയാണ് വരുന്നത്: പർജന്യേ പചനാലയം ധൂമ സഞ്ചയം ഈശാനേ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ധാന്യങ്ങൾ ഈശാനഖണ്ഡത്തിൽ, അതായത് ധൂമയോനിയിലെ ഗണിതക്രിയ അനുസരിച്ച് ഈശാനഖണ്ഡത്തിലാണ് പാകം ചെയ്യേണ്ടതെന്നാണ് ആധികാരികമായ വാസ്തുവിദ്യയുടെ പല ഗ്രന്ഥങ്ങളിലും അവകാശപ്പെടുന്നത്. അത് ഉത്തമമായ രാശിയാണ് ഈശാനഖണ്ഡം എന്ന് പറയുന്നത്. രണ്ടാമത് വായുകോണ്, അതായത് വടക്കു പടിഞ്ഞാറ് രാശിയായ വായുകോണ് മധ്യമായിട്ട് അടുക്കളയുടെ സ്ഥാനത്തെ പറ്റി പറയുന്നുണ്ട്. ഈ അഗ്നിപഥം എന്ന് പറയുമ്പോൾ നമുക്ക് തന്ന ഒരു ഭൂഖണ്ഡം, ഭൂമിയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താലും ഗൃഹത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താലും ഈശാനകോണ്, അഗ്നികോണ്, വായുകോണ്, നിരതികോണ്. അപ്പം ഈശാനകോണ് അഗ്നികോണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വാസ്തുവിദ്യയിൽ അത്രയ്ക്കും ശാസ്ത്രീയ വശങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടില്ലാത്തവർ ഈശാനകോണ് അഗ്നികോണ് എന്ന് പറയുമ്പോൾ അവിടെ എന്നാൽ പിന്നെ അടുക്കള ആയിക്കോട്ടെ, അടുക്കള തീ ഉണ്ടായാലേ പാകം ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്ന് അങ്ങനെയാണ് ഈ കൂടുതലും ഈ അഗ്നിപഥത്തിൽ അടുക്കളയുടെ പ്രചാരം വന്നത്. എന്നാൽ അത് തെറ്റായ പ്രവണതയാണ്. നമ്മൾ വസ്തുവിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് വന്നിട്ട് ഈശാനകോണ്, അഗ്നികോണ്, വായുകോണ്, നിരതികോണ് ഈ 4 ഖണ്ഡങ്ങളായി നിരൂപിച്ചാൽ പാടഹാരിക്ക് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഈ അഗ്നിപഥം എന്ന് പറയുന്ന തെക്ക് കിഴക്കേ മൂല. പാടഹാരി എന്ന് പറയുന്ന ശവദാഹത്തിനാണ് മുൻകാലങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും വസ്തു കൂടുതലുള്ളവർ, ഇപ്പം പിന്നെ മുനിസിപ്പാലിറ്റി ഇവിടെ ശ്മശാനങ്ങളിൽ പോകുന്നത് ചെറിയ ഭൂമി ആയതുകൊണ്ടാണ് ഇപ്പോഴും ഭൂമി കൂടുതലുള്ള ആൾക്കാർ അഗ്നിപഥത്തിലാണ്, അതായത് തെക്ക് കിഴക്കേ പഥത്തിലാണ് ശവസംസ്കാരം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഈ അഗ്നിപഥം ഉപയോഗിക്കുന്നത്. അതാണ് പാടഹാരി സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോഴും ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ പദമായ ഈശാനഖണ്ഡത്തിലാണ്. തിടപ്പള്ളിക്ക് മാത്രമേ അഗ്നിപഥത്തിൽ നമ്മൾ, ക്ഷേത്ര വിഷയങ്ങൾക്ക് മാത്രമേ തിടപ്പള്ളി നമ്മൾ അഗ്നിപഥത്തിൽ ഉപയോഗിക്കത്തുള്ളൂ. ഈശാനഖണ്ഡത്തിലാണെങ്കിൽ നിവേദ്യം, ഇത് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, ഈശാനഖണ്ഡത്തിലാണെങ്കിൽ നിവേദ്യം, വെന്ത സാധനം തെക്കോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബലികർപ്പണത്തിനാണ് ഉപയോഗിക്കുന്നത്. അഗ്നിപഥത്തിലാവുമ്പോഴേക്കും വടക്ക് പടിഞ്ഞാറ് രാശിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത വിഷയം എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നമ്മൾ പ്രധാന കിടക്കമുറി കൊടുത്തിരിക്കുന്നത് കന്നിപഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അളവുകൾ, ആ പ്ലാനെ പറ്റി അളവുകളൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ പറയുന്നതായിരിക്കാം. പ്രധാന കിടക്കമുറിക്ക് ഒരു ഗൃഹത്തിൽ പ്രധാന കിടക്കമുറി, അതായത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 3 രാശികളിലാണ് വരുന്നത്.
അതായത് അതിനും ആധികാരികമായ ശ്ലോകത്താലാണ് നമ്മളെ ഈ പഠിപ്പിക്കുന്നത്. ആധികാരികമായ എല്ലാത്തിനും വേണമെങ്കിൽ അവിടെ കൊടുക്കാം, വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം എന്നുള്ളതല്ല പ്രസക്തി. ഇതിന് ഓരോന്നിനും ആധികാരികമായ പ്രമാണങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് സിംഹകന്യ തുലാക്യാമാഹി സ്ത്രീ പുത്രവർദ്ധനം കുംഭാന്തേ ശിവപ്രാപ്തി നിര്യാത്യം സുതകഗ്രേഹം. അതായത് സിംഹം, അതായത് ചിങ്ങൻ രാശി, കന്നിരാശി, കുംഭൻ രാശി, ഈ 3 രാശികളിൽ വരുന്ന കിടക്കമുറികൾ മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. അല്ലെ, കന്നിപദത്തിൽ മാത്രം വരുന്നതല്ല മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള ധാരണ തെറ്റാണ്. അതിന് ആധികാരികമായ പ്രമാണം തന്നെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇപ്പൊ ചിങ്ങൻ രാശിയിൽ പ്രധാന കിടക്കമുറി കൊടുക്കാം, കന്നിപദത്തിൽ കൊടുക്കാം, കുംഭൻ രാശിയിൽ കൊടുക്കാം. ഈ രാശികൾ വരുമ്പോഴേക്കുള്ള ഗുണമെന്താണ്? സൽപുത്രവർദ്ധനം, നല്ല കുട്ടികൾ ജനിക്കും എന്നുള്ളതാണ്. സിംഹ കന്യ തുലാക്യാമാവുഹി സ്ത്രീ പുത്രവർദ്ധനം, നല്ല കുട്ടികൾ ജനിക്കും ഈ രാശിയിലെ സുതകരാശിയായിട്ട് വരുമ്പോഴേക്കുള്ളതാണ്. കന്നിരാശിയിലാണ് പ്രധാന കിടക്കമുറിയെ നമ്മൾ ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്ത പഠനമുറി, അതായത് ഓഫീസ് റൂമിന് 2 രാശികളാണ് ഓൾറെഡി ഉള്ളത്. ഒന്ന് മീനൻ രാശി, അതായത് തെക്ക് വടക്ക് കിഴക്കേ മൂല വരുന്ന മീനൻ രാശിയും, രണ്ടാമത് മിഥുനൻ രാശിയും, തെക്ക് കിഴക്കേ മൂല വരുന്ന മിഥുനൻ രാശിയും. അപ്പൊ മീനൻ രാശിയും മിഥുനൻ രാശിയുമാണ് ഈ പഠനമുറി അല്ലെങ്കിൽ ഈ വക്കീലുമാരുടെ ഓഫീസ് അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ ഓഫീസ് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയത് 2 രാശികളാണ്. എന്തുകൊണ്ടാണ് ഈ രാശികൾ കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, മീനൻ രാശിക്ക് ആധിപത്യം ബുധക്ഷേത്രവും മിഥുനൻ രാശിക്ക് ആധിപത്യം വ്യാഴക്ഷേത്രവുമാണ്. അപ്പൊ മീനൻ രാശിക്ക് ആധിപത്യം ബുധനാണ്, മിഥുനൻ രാശിക്ക് ആധിപത്യം വ്യാഴക്ഷേത്രങ്ങളാണ്. എപ്പോഴും ഈ രാശികൾക്ക് ബുധൻ, വ്യാഴം, ചന്ദ്രൻ, ശുക്രൻ, ആദിത്യൻ, ഈ രാശികൾ ഏത് ക്ഷേത്രത്തിലാണോ എത്രത്തോളം ബലവാനായിട്ട് നിൽക്കുന്നത് ആ രാശികളിലേക്കാണ് നമ്മൾ പഠനമുറി അല്ലെങ്കിൽ ഓഫീസ് റൂം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പൊ മീനൻ രാശിക്ക് ആധിപത്യം ബുധനാണെന്ന് പറഞ്ഞു, മിഥുനൻ രാശിക്ക് ആധിപത്യം വ്യാഴവുമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ രാശികൾ അവിടെ ഉച്ചനാണ്, സ്വക്ഷേത്രവുമാണ്. ബുധൻ ചെയ്യുന്നത് എന്താണ്? ബുധൻ ഈ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന, ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുമ്പോഴേക്കും. വ്യാഴം എന്ന് പറയുമ്പോഴേക്കും വിദ്യാകാരകത്വത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴക്ഷേത്രം എന്ന് പറയുന്നത്. ചന്ദ്രനാണെങ്കിലോ പുതിയ ആശയങ്ങളെയും പുതിയ ചിന്തകളെയും വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ശുക്രനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് പുതിയ ആശയങ്ങൾ, പുതിയ ചിന്താഗതികൾ, പുതിയ ആശയങ്ങൾ, പുതിയ കണ്ടെത്തലുകളിലേക്ക് ശുക്രൻ കൊണ്ടുപോകുന്നു. ആദിത്യനാണെങ്കിലോ, ചന്ദ്രൻ, ആദിത്യനായ സൂര്യനാണെങ്കിലോ അത് പുതിയ മനസ്സിനെ നല്ല ഉണർവുകൾ നൽകുന്ന രാശിയാണ്. അതുകൊണ്ടാണ് ഈ പഠനമുറിക്ക് ഏതൊക്കെ സ്ഥലം കണ്ടുപിടിച്ചാൽ തന്നെയും ഈ ബുധൻ, വ്യാഴം, ചന്ദ്രൻ, ശുക്രൻ, ആദിത്യൻ, ഈ ഗ്രഹങ്ങൾ ഉച്ചരായിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളാണ്, അതായത് രാശികളാണ് നമ്മൾ പഠനമുറിക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ തെക്ക് കിഴക്കേ ഭാഗം വരുന്ന മുറി, തെക്ക് കിഴക്കേ ഭാഗത്ത് വരുന്ന മുറിയാണ് പഠനമുറിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ രാശിയിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായി പഠിക്കുവാനും നല്ല മാർക്ക് വാങ്ങിക്കുവാനും പുതിയ ബുദ്ധിയെ വികസിപ്പിക്കാനും പുതിയ ചിന്തകളെ കൊണ്ടുവരാനും കഴിയും. അതുകൊണ്ടാണ് ഈ രാശിയിലിരുന്ന് പഠിക്കുമ്പോൾ തന്നെ കിഴക്ക് ദർശനമായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിവിശേഷം തന്നെയാണ്. അപ്പം പഠനമുറിയോട് കൂടിയിട്ടുള്ള ഗൃഹത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 5 സെന്റിനുള്ളിൽ പണി തീർക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു വീടാണ്. ഏകദേശം ഒരു 13-13.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഈ ഗൃഹ നിർമ്മിതി പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയിപ്പം നമ്മൾ ഈ റൂമിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റളവ് പരിശോധിക്കും. ചുറ്റളവ് പരിശോധിക്കുമ്പോഴേക്കും ഇതിന് ദീർഘം വരുന്നത് 15 കോൽ 15 അങ്കുലമാണ് അതിന്റെ ദീർഘം വരുന്നത്. ആരുടത്തിന്റെ ദീർഘം വരുന്നത് 15 കോൽ 15 അങ്കുലം, അതായത് സെന്റിമീറ്ററിലേക്ക് പോകുമ്പോഴേക്കും 11 മീറ്റർ 55 സെന്റിമീറ്റർ ആണ് അതിന്റെ ദീർഘം വരുന്നത്. വിസ്താരം വരുന്നത് 12 കോൽ 13 അങ്കുലമാണ് വിസ്താരം വരുന്നത്. അപ്പോൾ അതിന്റെ സെന്റിമീറ്ററിലേക്ക് ഡൈവേറ്റ് ചെയ്യുമ്പോഴേക്കും 9 മീറ്റർ 27 സെന്റിമീറ്റർ വരും. അപ്പൊ ഈ 15 കോൽ 15 അങ്കുലവും 12 കോൽ 13 അങ്കുലവും വരുന്ന 56 കോൽ 8 അങ്കുലത്തെ പടിഞ്ഞാറ് മുഖമായിട്ടാണ് നമ്മൾ ഇതിനെ പരിചയപ്പെടുത്തുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ട് 2 കിടക്കമുറിയും അടുക്കള, വർക്ക് ഏരിയ, ഒരു പഠനമുറി, ഹാള്, സ്റ്റെയർ കേസ് റൂം, ഒരു ഡ്രസ്സ് വിത്ത് അറ്റാച്ച്ഡ്, ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇതിനകത്ത് മൊത്തം വരുന്ന പോർഷനുകൾ.
അപ്പൊ ഈ വരുന്ന പഠനമുറിയായാലും 2 കിടക്കമുറിയായാലും അടുക്കളയായാലും വർക്ക് ഏരിയ ആയാലും സിറ്റ് ഔട്ട് ആയാലും എല്ലാം ഈ 56 കോൽ ചുറ്റളവിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് റൂമുകളെ ഇത്ര കോൽ ചുറ്റളവ് എടുക്കുമ്പോഴേക്കും ഇതിപ്പോ 56 കോൽ 8 അങ്കുലം വരുമ്പോഴേക്കും ഏകയോനിലെ ഗണതക്രിയയാണ്. അപ്പം മറ്റൊരു കണക്കിലെടുക്കുമ്പോഴേക്കും അതൊന്ന് ധൂമയോനിയിലോ മറ്റ് ഗജയോനിയിലോ മറ്റ് യോനികൾക്ക് വ്യത്യാസം വരും. അത് ഈ 56 കോൽ 8 അങ്കുലത്തിൽ അടങ്ങിയിരിക്കുന്ന കണക്കാണ്. നമ്മൾ ആ കണക്കിനെയാണ് നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏകയോനിലെ ഗണതക്രിയയാണ്. ഇതിന് ഈ ആരൂഢത്തിന്റെ നക്ഷത്രം മൂല നക്ഷത്രത്തിലാണ് വരുന്നത്. ഇതിന്റെ ജാതകം പരിശോധിച്ചാൽ വ്യയം ആയം ഈ 2 പ്രക്രിയകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യയം എന്ന് പറഞ്ഞാൽ ചെലവും, ആയം എന്ന് പറഞ്ഞാൽ വരവും. നമ്മൾ അതിനെ ആധികാരികമായി എന്തുകൊണ്ടാണ് വ്യയം ആയവും കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഇതിനും ആധികാരികതയുണ്ട്. അതായത് ആയാധിക്യം വേദ സമ്പാദ്യം സർവത അന്യത ആപത്തി നക്ഷത്രാദിശപത്വം ജ്യോതിഷ് ശാസ്ത്രാഭി സുവിജ്ഞ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും വ്യയം കുറഞ്ഞും ആയം കൂടിയിരിക്കണം. അതായത് വരവ് കൂടിയും ചെലവ് കുറഞ്ഞും ഇരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ വരുമ്പോഴേക്കും വ്യയം എന്ന് പറഞ്ഞ ചെലവ് ഒന്നേ ഉള്ളൂ. ആയം എന്ന് പറയുമ്പോഴേക്കും ഈ ആരുടത്തിന്റെ രാശി നോക്കുമ്പോഴേക്കും ആയം 6 ആണ് വരുന്നത്, 6 കോലാണ് വരുന്നത്. വ്യയം വരുമ്പോൾ 1 കോലാണ് വരുന്നത്. അപ്പം 2 കിടക്കമുറി ഒരു പഠനമുറിയായിട്ടാണ് വരുന്നത്. അപ്പം ഇത് ഡ്രസ്സിംഗ് റൂമോട് കൂടിയാണ് വരുന്നത്. അപ്പൊ കന്നിപഥത്തിൽ വരുന്ന കിടക്കമുറിയുടെ അളവിനെ പരിശോധിച്ചാൽ 300 × 310 പ്രധാന കിടക്കമുറി വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 3 കിടക്കമുറികൾക്ക് മാസ്റ്റർ പ്രധാന കിടക്കമുറിയായിട്ട്, അതായത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് 3 രാശികളുണ്ട്. അത് ചിങ്ങൻ രാശിയുണ്ട്, കന്നി രാശിയുണ്ട്, കുംഭം രാശിയുണ്ട്. ഇവിടെ നമുക്ക് പ്രധാന കിടക്കമുറിയായിട്ട് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഒന്നേ വരുന്നുള്ളൂ. അത് കന്നിപഥത്തിൽ വരുന്നതാണ്. അതിന്റെ അളവ് വരുമ്പോഴേക്കും 300 × 310 അളവിലാണ് വരുന്നത്. രണ്ടാമത് ഡ്രസ്സിംഗ് റൂം വരുമ്പോഴേക്കും അത് ഡ്രസ്സ് വിത്ത് അറ്റാച്ച് ഡ്രസ്സിംഗ് റൂം വരുമ്പോഴേക്കും 150 × 170 അളവിലാണ് ഇതിന്റെ ഡ്രസ്സിംഗ് റൂം വന്ന ശേഷം അതിലേക്ക് മാറി, അതായത് കന്നിമൂലയിൽ നിന്ന് മാറി വരുന്നതാണ് ബാത്റൂം. ഡ്രസ്സിംഗ് റൂം കന്നിപഥത്തിൽ വരുന്നത് ഡ്രസ്സിംഗ് റൂമാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ചിങ്ങപഥത്തിലേക്ക് വരുന്നതാണ് നമ്മൾ ഈ ബാത്റൂം എന്ന് പറയുന്ന സംഭവം. ആ ബാത്റൂമിന്റെ അളവ് വരുമ്പോഴേക്കും 150 × 150 അളവിലാണ് കൊടുത്തിരിക്കുന്നത്. 150 കൊടുക്കാനുള്ള കാര്യം കന്നിപഥത്തിലേക്ക് ഈ ബാത്റൂം വരാതിരിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കിടക്കമുറി കൊടുത്തിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതായത് വായു കോണില്. അപ്പോൾ വായു കോണിൽ രണ്ടാമത്തെ കിടക്കമുറി വന്നപ്പോഴേക്കും അതിന്റെ അളവ് വരുന്നത് 300 × 310 അളവിലാണ് വരുന്നിരിക്കുന്നത്. മൂന്നാമത് പഠനമുറിയുടെ കാര്യം പറഞ്ഞില്ല. പഠനമുറി വരുമ്പോഴേക്കും മിഥുന രാശിയിലാണ് പഠനമുറി വരുന്നത്. പഠനമുറിയുടെ അളവ് വരുന്നത്, അതായത് തെക്ക് കിഴക്കേ ഭാഗത്തെ പഠനമുറിയുടെ അളവ് വരുന്നത് 300 × 310 അളവിലാണ്. പിന്നീട് അടുക്കള ഈശാന ഖണ്ഡത്തിലാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അടുക്കളയുടെ അളവ് വരുമ്പോഴേക്കും 300 × 310 അളവിലാണ് അടുക്കള വന്നിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ അളവ് വരുമ്പോഴേക്കും 150 × 310 അളവിലാണ് നമ്മൾ വർക്ക് ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഈ കോമൺ ബാത്റൂമിന്റെ അളവ് വന്ന് പറയുമ്പോഴേക്കും 130 × 160 അളവിലാണ് കോമൺ ബാത്റൂം എടുത്തിരിക്കുന്നത്. അപ്പം ഒരു സിറ്റ് ഔട്ട്, അതായത് സെൻട്രൽ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്ന സിറ്റ് ഔട്ടിന്റെ അളവ് വരുമ്പോഴേക്കും 300 × 150 അളവിലാണ് നമ്മൾ ഈ സിറ്റ് ഔട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറ് ദർശനമായിട്ട് 2 കിടക്കമുറി, ഒരു പഠനമുറി, സ്റ്റെയർ കേസ്, ഡൈനിങ്, ഡ്രോയിങ്, ഒരു ഡ്രസ്സ് വിത്ത് അറ്റാച്ച്ഡ്, ഒരു കോമൺ ടോയ്ലറ്റ് അടങ്ങുന്ന 56 കോൽ 8 അങ്കുലത്തിന്റെ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വ്യത്യസ്ത പ്ലാനാണ് പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.